2 ദിവസം മുമ്പ് അസ്വി ചേച്ചി ഇട്ട വീഡിയോ ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എനിക്കിവിടെ ചെയ്യാനുള്ളൊരു ധൈര്യം തന്നത്. കാരണം പറയാൻ പോകുന്നൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആണെങ്കിലും ഞാനൊരു സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറോ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളോ അല്ല. അപ്പം ഞാൻ പറയുമ്പോൾ അതിൻ്റേതായ ഒരു വാല്യൂ കുറവുണ്ടോ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു റെപ്യൂട്ടഡ് പൊസിഷനിലിരിക്കുന്ന ഒരാൾ നമ്മൾ പറയുന്ന അതേ കാര്യം കൺവേ ചെയ്യാൻ ശ്രമിച്ചാൽ കറക്റ്റ്, നമ്മൾ അതേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ പാര ആ ഒരു മട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണം വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നൊരു ടോപ്പിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്വി ചേച്ചിയുടെ ഒരു വീഡിയോയും കൂടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ചേച്ചി അതിൽ പറഞ്ഞ പോലെ ബോയ്സ് കുറച്ച് ഓവർ പ്രിവിലേജ്ഡ് ആണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓവറായിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ബെയർ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു സ്നഗ്ഗി മാറ്റിയാൽ, അവരെ കുളിപ്പിച്ചാൽ, അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ പാവം അവനെ കൊണ്ടാണോ ഇത് ചെയ്യിപ്പിക്കുന്നത്, മോൾക്കതങ്ങോട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവരാണ് ഈവൻ ഫാമിലിയിലുള്ളവർ പോലും. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിലിരിക്കുമ്പോൾ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹസ്ബൻഡാണ് പാത്രം കഴുകണമെന്ന്. അവിടെ അപ്പം തന്നെ പറഞ്ഞു അയ്യോ പാവം ചേട്ടൻ. അപ്പം ഞാനും ചോദിച്ചാൽ എന്താ ചേട്ടൻ കഴുകിയ പാത്രം വൃത്തിയാവില്ലേന്ന്. ലൈക്ക് പാത്രം കഴുകുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി ആയിട്ടാണ് ഇന്നും കാണുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 2K കിഡ്സ് ആണെന്നും കൂടെ ആലോചിക്കണം. ലൈക്ക് അത്രയും അപ്ഡേറ്റഡ് ജനറേഷൻ ആയിട്ട് പോലും അവരുടെ തോട്ട് പ്രോസസ്സിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും, അമ്മയായിരിക്കും എല്ലാ പണികളും ചെയ്യുന്നത്, അച്ഛൻ ജോലി കഴിഞ്ഞ് സെറ്റിയിൽ വന്നിരുന്ന് TV കാണുന്ന ആ ഒരു ടിപ്പിക്കൽ കൾച്ചറായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അവരതിൽ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ മറ്റൊരാളത് ചെയ്യുമ്പോൾ അവർ അയ്യോ പാവം, അല്ലെങ്കിൽ അവൻ സമ്മതിച്ചുകൊണ്ട് നീ ജോലിക്ക് പോകുന്നു, അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. എനിക്കറിയാം ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, എല്ലാവർക്കും അതങ്ങനെ ഡൈജസ്റ്റ് ആവില്ല, ആർക്കും ഇഷ്ടപ്പെടാനും ചാൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബോയ്സ് ഗേൾസ് എന്നുള്ളൊരു സെപ്പറേഷൻ ഒന്നുമില്ല. എന്ത് കാര്യവും ഈക്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക, ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ.